ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026-ലും നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് ഗൈസ് ടുഡേ അവർ ഗ്യാങ് കംപ്ലീറ്റ് 5 അമേസിംഗ് ഇയേഴ്സ്. വാവ്. നമ്മളായിരിക്കും ബ്രൈം. നമ്മൾ വാട്ട് ഈസ് ബ്രൈം? ടിബിഎ ഈസ് ബ്രൈം. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയാ, സത്യം പറഞ്ഞാൽ 5 വർഷം ആയി. നമ്മള് 5 years ഓഫ് ടിവിയെ നമുക്ക് അത്രയ്ക്ക് വലിയ ഗ്രാൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് നടത്താം. ഇതൊരു തൊല്ലകളാ. നമുക്ക് ബാബുവിന് ഹോസ്റ്റേ കൊടുത്താലേ? അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാങ് അതേപോലെ ആ ഒരു ലെഗസിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പറയാം, ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026-ലും നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ TV ഫാമിലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു 13-14 മെമ്പേഴ്സ് ഉണ്ട്. സരക്ക്, രായൻ, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു 10-14 പേരുണ്ട്. അവർക്കും TV-യിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരെ എത്തിച്ചതിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നതിലും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുകയാണ്. ഞാൻ എന്താ പറയുക, 5 വർഷം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചാൽ ഈ ഗ്യാങ്ങിന് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ എക്സ്പാൻഡിസിൽ പോലും നമ്മൾ വളരെ അതായത് ലാസ്റ്റ് കളിച്ച ഒരു മാസം നമ്മൾ തോറ്റിട്ടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും പഴയ ഉണ്ടായിരുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ആ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത സിനർജിയും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലിയെ പോലെ നിൽക്കുന്നതിനെല്ലാം ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ കോ-ലീഡർ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. അപ്പൊ ഈ സൈറൻ സൗണ്ട് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു സൈറൻ സൗണ്ട് കേട്ടോണ്ടിരിക്കണം. ഇവൻ തിരിച്ച് കോഴിട്ടായോ ഇന്നൊരു പരിപാടിക്ക്? ചന്ദ്രൻ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? ആസ് യൂഷ്വൽ വായിൽ പഴം വെച്ചോണ്ടിരിക്കുന്ന രണ്ടിലും പറ. ചന്ദ്ര ഹലോ ഹലോ, എടാ റേഡിയോയിലാണ് എല്ലാവരും കേക്കാവോ ഞാൻ പറയുന്നേ? ഗൈസ് ടുഡേ our gang complete 5 amazing years. Wow. It still feels crazy to think how we have been locked together. 5 years of roleplay fights, laughter, late night wins, losses, and thousands of memories that only we understand. We started from nothing and today we stand as a strong family. I want to give a special thanks to our Annan, Vasu Annan. He is the pillar of this gang. The one who stood strong in every situation, guided us, supported us, and never gave up on this family. I have also been there from the beginning. And I'm proud of that I could be a part of building this journey with all of you. Scroll down a little bit. Thank you. Thank you, ChatGPT. Thank you, ChatGPT. Thank you so much. Thank you. Thank you, family. അടുത്തതായി സംഗതി മനസ്സിലായില്ല. UKS ഒക്കെ വേണ്ടി IELTS ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഫാമിലി ആയിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്ന് അതായത് ഈ 2026-ലും ഈ ഒരു ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന് എക്സ്പെഷ്യലി വാസുവിന്റെ ഒരു വലിയൊരു എന്താ പറയുക, വാസുവിന് വലിയൊരു പങ്കുണ്ടല്ലോ. കാരണം നമ്മള് ഒരു ഡൗൺ ടൈമില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടക്കം വാസുവിന്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാസുവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇത് നമുക്കിത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാന്നോ എന്ത് ചെയ്യണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമുക്കിത്
നമുക്ക് പറ്റുന്ന വരെ ഇത് കൊണ്ടുപോകുന്ന അന്ന് വാസന അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത്. ആൻഡ് അത് നമ്മളെ ഈ ഒരു എന്താ പറയാ ഇത്രയും വീണ്ടും അവിടെ നമ്മൾ കംബാക്ക് ആയിട്ട് വന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പഴയെന്നല്ല ഞാൻ പറയാം, നമ്മുടെ പാർട്ട് ഓഫ് നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പേര് ഇപ്പൊ ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഗാങ്ങിന്റെ പില്ലേഴ്സ് തന്നെയായിരുന്നു എല്ലാവരും. ആൻഡ് അവരുടെ അടുത്തും ഈ ഒരു 5 years ഓഫ് ടിവിയില് ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇതില്ല. ആൻഡ് അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ റെസ്പെക്റ്റിനും ഈ ഒരു ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറയാനുള്ളത് എനിക്ക് ഞാൻ അന്ന് പറയുന്നതാണ് ഞങ്ങളുടെ സൗണ്ട് വീണ്ടും കേട്ടോണ്ടിരിക്കണം. ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയോ അതെന്തോ മാറ്റാ ആംബുലൻസിന്റെ എന്തോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ബൈ ബൈ. താങ്ക് യു സോ മച്ച് അളിയ, താങ്ക് യു. ബാബു 2 വാക്ക് സംസാരിക്കണം. ലാഗ് നീക്ക് നാളെ വല്ല കട്ടിലും മാന്യമക എന്റെ സഹോദരന്മാരെ, ടിവിയുടെ 5ാം വാർഷികത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒരു 10 സെക്കൻഡ് നമ്മുടെ പരിച്ചുപോയ പിറ്റൽജിക്കും ആ ചെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. 10 സെക്കൻഡ് വരൂ. 1 2 3 4 10. ഓക്കെ, അപ്പോ ഇത് കല്ലറയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന CNB മാർബിൾസ് ആണ്. മാർബിൾസിന് ഒരുപാട് നന്ദി. CNB മാർബിൾസിന്റെ നമ്മുടെ ചന്ദ്രന്റെയും ബാബുവിന്റെയും ഭാഗം ഒരുപാട് നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതെ, അപ്പോ മരിച്ചുപോയി ഒരു കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏകദേശം 5 വർഷമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ എന്താ ഓക്കെ, അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ മുരളി 3ാമത്തെ വർഷം മുതൽ പറയുന്നുണ്ട് നമ്മളിപ്പോ പൂട്ടും, അടുത്ത വർഷം പൂട്ടും, അതിന്റെ അടുത്ത വർഷം പൂട്ടുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ, അതിലുപരി എന്റെ മുതലാളിയുടെ വലിയ ഹൃദയം ഉള്ളത് കൊണ്ടും നമ്മൾ പൂട്ടില്ല. അത് ഇന്നും പൂട്ടില്ല, അടുത്ത വർഷവും പൂട്ടില്ല, അതിന്റെ അടുത്ത വർഷവും പൂട്ടില്ല. നമ്മളായിരിക്കും ബ്രൈം. what is bribe? TBA is bribe, always bribe. അത് മാത്രമല്ല, ഗൺ പവറിന്റെ കേസ് പറയുവാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഹെൽമറ്റ് വെച്ച് നടക്കുന്നവന്മാർക്കിടയിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയി ഗണ്ണ് കൊണ്ട് കീരിക്കാരൻ 3 പിക്കെടുത്ത നാട് മുതൽ നമ്മൾ ബ്രൈമാണ്. ഇന്നും ഹെൽമറ്റ് വെക്കാൻ അറിയാമെങ്കിലും കണ്ണ് പിടിക്കാൻ അറിയാമെങ്കിലും പൈലറ്റ് കളിക്കുന്നവന്മാർക്കും ഇടയിൽ ഇന്നും നമ്മൾ TBA ഒരു പേടി സ്വപ്നം തന്നെയാണ്. ടർഫ് വിളിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? TBA ടർഫ് വിളിച്ചാൽ അവർക്ക് കിട്ടും, സ്ഥലം തരില്ല. നമ്മൾ നമുക്കുള്ള സ്ഥലം വെട്ടിയെടുക്കണം, വഴി വെട്ടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മുലാലിയും നമ്മുടെ അണ്ണവും നമുക്ക് കാണിച്ചു തന്ന വഴി. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ we continue in our bribe. ഓക്കെ, എല്ലാവർക്കും എല്ലാ വർഷത്തെയും പോലെയും പിന്നെ നമ്മുടെ ബ്രൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർ, അതെനിക്ക് ചന്ദ്രബോസ് പറഞ്ഞപ്പോഴും മുരളി പറഞ്ഞപ്പോഴേ, നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. അവര് ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയി. പക്ഷെ ഇല്ല എന്നല്ല, ഉണ്ട്. എല്ലാവരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമ്മുടെ മനസ്സിൽ അവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമിലാണ്, നമ്മൾ എന്നും പ്രൈമായിരിക്കും. ഒരു 9ന്റെ മക്കൾക്ക് നമ്മുടെ പ്രൈമിൽ താഴെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ബാബു, താങ്ക് യു. അപ്പൊ അടുത്ത അപ്പാപ്പനെ കൂടെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പാപ്പനൊന്ന് പറ. എന്നാലും ഒരു നമ്മളെ കുറച്ച് വർഷം പുറത്തുനിന്ന് കണ്ടതാണ്, ഇപ്പൊ 1 വർഷമായിട്ട് നമ്മളെ കൂടെ നിന്ന് കാണുന്നു. ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറ്റി അപ്പാപ്പന ഒന്ന് പറഞ്ഞാൽ മതി. മൈക്ക് കേൾക്കുന്നില്ല. ബാബു കിടിലം പ്രസംഗം ബാബു. എല്ലാരും പിള്ളേരൊക്കെ തരിച്ചു നിൽക്കുന്നൊക്കെ കണ്ണാപ്പിയൊക്കെ. അപ്പോ അങ്ങനെ നീണ്ട 5 വർഷം TBA എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ ഓൾ ടൈം പ്രൈമില് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞതുപോലെ ഇനി ഒരു 10 കൊല്ലത്തേക്ക് കൂടി നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വാസമോൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ വാസമോനെ? ഉറപ്പായിട്ടോ പാപ്പ.
അത്രേ ഉള്ളൂ. അപ്പോ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും ടിവിനെ പറ്റി. പുറത്തുള്ളത് ഉണ്ടായിരുന്നുണ്ട്, അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, എന്നും ഞാൻ വെളിയിൽ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും എന്നും ഒരു എതിരാളി എന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ അത് ടി വി തന്നെ. വേറെ ഏത് ഗ്യാങ്ങിനെ അടിച്ചാലും കിട്ടാത്ത സുഖമായിരുന്നു ടി വി. അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പാ? അല്ല അങ്ങനല്ല. അപ്പൊ ഇല്ല ചോദിച്ചാ ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാതെ പല ലിങ്കുകൾ ഓപ്പൺ ആകുമ്പോഴേ അങ്ങനെ കേട്ടിട്ടുണ്ട്, തോന്നിയതായിരിക്കും. ഇല്ലല്ല ഇപ്പഴും ചോറ് കഴിക്കുമ്പോ എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട് ഇതൊക്കെ. ഏതോ അസുഖം വരുന്നത്. ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ എന്തല്ലേ നമ്മള് കൊറേ പ്രതിഭാസങ്ങളുണ്ടല്ലേ. ബാലനും കൂടെ വേണമായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ദുഃഖ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിന് ശേഷവും ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ വാസുമോൻ പറഞ്ഞതുപോലെ വീണ്ടും വാസുമോന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അവിടെ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് റീബിൽഡ് ചെയ്ത് വീണ്ടും അതേ പ്രൈമിൽ എത്തിച്ച വാസുമോൻ അടിക്കണ ഒരു കൈ. അപ്പോ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ലീഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് അടുത്ത സർപ്രൈസ് പറയാനായി നമ്മൾ ഇതാ വാസുമോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ മൈക്കിൽ കേക്കാലോ അല്ലേ? മൈക്കിൽ കേക്കോ? ഹലോ ഹലോ ഹലോ. ആ സോ അപ്പൊ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ എന്തായാലും ഹുഡി ഇട്ടതല്ലേ, ഇനിയിപ്പോ ഹുഡി ഊരണ്ട. വെൽക്കം ടു കോ ലീഡർ പൊസിഷൻ. അപ്പാപ്പ ഐ എം ഒഫീഷ്യലി ഡിക്ലെയറിംഗ് അപ്പാപ്പൻ ആസ് ദ കോ ലീഡർ ഓഫ് TVA. അപ്പൊ ഇനി തൊട്ട് അപ്പാപ്പൻ TVയുടെ കാര്യങ്ങളോട് അപ്പാപ്പൻ നോക്കേണ്ടതാണ്. അപ്പാപ്പ ബാബുനുണ്ട് എന്തായാലും ഉണ്ട്. അത് പറ്റില്ല. അപ്പൊ അപ്പാപ്പൻ ആ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും. എടാ എല്ലാം റെഡി അല്ലേ? അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും അപ്പാപ്പനെ കോ ലീഡർ ആക്കിയതായിരുന്നു ഇന്നത്തെ എക്സ്ട്രാ സർപ്രൈസ് എന്ന്. പക്ഷെ അല്ല അണ്ണാ, ഇവനെ നമ്മള് കുറച്ച് ഇവന്റെ ഡ്രസ് കൂടിയാ വീട്ടിലുണ്ടേ. അപ്പൊ അതുകൂടി ഒന്ന് ഇട്ടിട്ട് തരാൻ പറയട്ടെ. TVയിൽ എടുക്കാണ് നിന്റെ മോനെയാ? ഓഹോ, ബാക്കിലിരിക്കുന്നുണ്ടോ നമ്മുടെ അത് അടിക്കും ഞാൻ. കൊണ്ടേ ഇവിടെ സൗകര്യം. സോ അപ്പൊ